യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥലം. നമ്മുടെ ഹൃദയത്തിനകത്ത് അപ്പ എന്ന് വിളിക്കുമ്പോൾ, കർത്താവ് എന്ന് വിളിക്കുമ്പോൾ, യേശു എന്ന് വിളിക്കുന്ന വിളിക്കകത്ത് നമ്മുടെ ഹൃദയമായ ഒരു സത്യം ഉണ്ടെങ്കിൽ കർത്താവ് ഇറങ്ങി വന്നിരിക്കും. ഞങ്ങളുടെ കൈരേഞ്ചിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തികൾ പേര് തന്നെ ഏലപ്പാറ എന്നറിയാം. ഏലപ്പാറയിൽ കുറച്ചുള്ളിലാണ് ഞങ്ങൾ ജനിച്ചത്. എസ്റ്റേറ്റിനകത്താണ് ജനിച്ചത്. എസ്റ്റേറ്റുകാർ പണി കഴിപ്പിച്ചത് ലൈൻസിലാണ് താമസിച്ചത്. ഞാൻ പറഞ്ഞത് സ്വന്തം എന്ന് പറയാനോ അഭിമാനപൂർവ്വം ഉയർത്തി കാണിക്കാനോ അല്ലെങ്കിൽ യശസ് ഉയർത്തത്തക്ക രീതിയിൽ പറഞ്ഞു ഉയരാനോ ഒന്നുമില്ല. പക്ഷെ ദൈവത്തിന്റെ മഹാകരുണയാ ഇന്ന് രാവിലെ ഈ ആലയത്തിനകത്ത് എന്നെയും എന്റെ സഹോദരനെയൊക്കെ കൊണ്ട് നിർത്തിയെന്ന് പറയുമ്പോൾ എത്രത്തോളം ദൈവത്തെ സ്തുതിച്ചാൽ അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കാതെ ദൈവത്തിന് നന്ദി കരയറ്റുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു തിരുവചന ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ച് ഞാൻ ദൈവസന്നിധിക്കാൻ ശരണപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37, 38, 39 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37, 38, 39 വാക്യങ്ങൾ. എന്നെ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അത് തേജസ്കരിക്കപ്പെട്ടില്ലായതിനാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ വേദഭാഗമാണ് വായിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വായിച്ച വേദഭാഗം ഇങ്ങനെയാണ്: ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറയുകയാണ്, യേശു തന്നെ പറയുകയാണ്, മറ്റ് അഭിഷിക്തന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറഞ്ഞതല്ല, ശിഷ്യന്മാർ പറഞ്ഞതല്ല, യേശു തന്നെ പറയുകയാണ്, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നെ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് എന്തിനെ കുറിച്ചാണെന്നാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. യേശു തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായിരിക്കാൻ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. നമുക്കറിയാം, യേശുവിന്റെ അരിമ ശിഷ്യനായ ആയിരക്കണക്കിന് ശിഷ്യന്മാർ ലോകത്തുണ്ടെങ്കിലും 12 പേരെ കർത്താവ് സെലക്ട് ചെയ്തത് വിളിക്കുവാനിടയായി തീർന്നു. അതിനകത്തു നിന്നും ഒരു ഇന്നർ സർക്കിൾ ഉണ്ടായിരുന്നു 3 പേർ. അതായിരുന്നു പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ യോഹന്നാൻ 5 പുസ്തകങ്ങൾ വിശുദ്ധ ബൈബിളിന് സമ്മാനിച്ചിട്ടുണ്ട്. ഈ 5 പുസ്തകത്തിൽ പ്രധാനമായും താൻ സൂചിപ്പിച്ചിരിക്കുന്നത്, വെളിപ്പാട് പുസ്തകം ഒഴികെയുള്ള പുസ്തകത്തിൽ താൻ സൂചിപ്പിച്ചിരിക്കുന്നത് മുഴുവനും ദൈവസ്നേഹത്തിന്റെ ആഴത്തെ കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ സുവിശേഷ രചയിതാവിന്റെ കാര്യങ്ങൾ വിടുകയാണ്. വായിച്ച വാക്യത്തിലേക്ക് വരിക. വാക്യം എങ്ങനെയാണ്? ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നെ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇത് നമുക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവമക്കളെ, ഞാൻ ആത്മാവിൽ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ കാലഘട്ടത്തിന്റെ പോക്കുവെച്ച് നോക്കുമ്പോൾ ആത്മീയ ഗോളത്തിനകത്തും പുറത്തുമൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതരായി കൊതിയോടെ ദാഹത്തോടെ ആയിരിക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലെ? ഞങ്ങളുടെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ താമസിക്കുന്ന ഹൈറേഞ്ചില ഓരോ പിതാക്കന്മാർ ഓരോ ആഴ്ചയും അവർ പുത്തൻ അഭിഷേകത്തിന് വേണ്ടി, പുതിയ ശക്തിക്ക് വേണ്ടി, പുതിയ കൃപയ്ക്ക് വേണ്ടി മുഴങ്കാലിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുകയും പാടുകയും ഞങ്ങളെ അത് പഠിപ്പിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആത്മീയ കുളത്തിന്റെയൊക്കെ സ്ഥിതി മാറി. ഞാൻ ഇരത്തുള്ളായിരിക്കുന്ന ദൈവമക്കളോട് ചോദിക്കട്ടെ, ഈ ലോകത്ത് ഒരുപാട് പേർക്ക് ആത്മീയരും ഭൗതികരുമായ സകല മനുഷ്യർക്കും സമ്പാദിക്കുവാനുള്ള ദാഹം ഉണ്ടാകാം, പുതിയ വീടിനുള്ള അല്ലെങ്കിൽ വസ്തുവകകൾക്കുള്ള പുതിയ വണ്ടി, അങ്ങനെ ഓരോ ഈ ലോകത്തിൽ അടിഞ്ഞു പോകുന്ന പല കാര്യങ്ങളെ കുറിച്ചുള്ള ആകുലതയും അത് നേടിയെടുക്കാനുള്ള വ്യക്തതയും നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകും, അല്ലെ? അതിനുവേണ്ടിയുള്ള അധ്വാനം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകും. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ ദാഹം എന്താ? നമ്മുടെ ദാഹം എന്താ? നമ്മളിന്ന് പകൽക്കാലം നമ്മളെ തന്നെ ചിന്തിച്ചു നോക്കിക്കേ. ആ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, മനസ്സാന്തരപ്പെട്ട കർത്താവിന്റെ ഈ പെട്ടകം ചുമക്കാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ട അന്ന്, അല്ലെ
അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ പ്രാപിച്ച അഭിഷേകവും, ആ ദിവസങ്ങളിൽ പ്രാപിച്ച അന്യഭാഷയും, ആ ദിവസങ്ങളിൽ പ്രാപിച്ച ആത്മസാന്നിധ്യം കൊണ്ടാണോ നമ്മുടെ വണ്ടി ഓടുന്നത്? അങ്ങനെയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കേണ്ട സമയത്തിലേക്ക് അടുത്ത് വന്നിരിക്കുക. വചനം എങ്ങനെ പറഞ്ഞു? ഒരു ദാഹം നിനക്കുണ്ടായിരിക്കണം. എന്താ? നാം കുടിച്ച് നിറഞ്ഞാൽ മാത്രമേ നമ്മിൽ നിന്ന് ലോകത്തിലേക്ക്, നമ്മിൽ നിന്ന് ദേശത്തിലേക്ക്, നമ്മിൽ നിന്ന് കുടുംബത്തിലേക്ക്, നമ്മിൽ നിന്ന് വ്യക്തികളിലേക്ക് ഒരു ആത്മാവിന്റെ സാന്നിധ്യം ഒഴുകണമെങ്കിൽ, ആ ആത്മസാന്നിധ്യത്തിന് നിറവിൽ അനേക ആലയത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നാം ആത്മാവിൽ നിറഞ്ഞവരായി മാറണം. നമ്മുടെ പാത്രം എംപ്റ്റിയാണെങ്കിൽ നമുക്ക് ആർക്കും പകർന്നു കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ അല്പമേ ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും പകർന്നു കൊടുക്കാൻ സാധിച്ചെന്ന് വരത്തില്ല. എന്നാൽ നിറയുന്ന അനുഭവത്തിന് വേണ്ടി ഇന്ന് പകൽക്കാലം ദൈവസഭയിലെ ദൈവമക്കൾ വ്യക്തതയോടെ ആഗ്രഹത്തോടെ കാത്തിരിക്കുമെങ്കിൽ നിറയ്ക്കാൻ കരുത്തനായ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഈ ആലയത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മ ദൂത് പറയുമ്പോൾ, കർത്താവേ, ഞാൻ ഇന്നും പ്രാപിച്ചതൊന്നും എന്റെ പക്കലില്ലാതെ പലപ്പോഴും നിറയണമെന്ന് ആഗ്രഹിച്ചിട്ട് സാധിക്കാത്ത അനുഭവമാണ് എന്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞ് ദൈവസഭയെ സമർപ്പിച്ച പ്രാപിക്കുന്നവനെ നിറയ്ക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നു. നാം നിറഞ്ഞാൽ മാത്രമേ നമ്മിൽ നിന്ന് ഒഴുകത്തുള്ളൂ. നമ്മുടെ ഇപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്താ? കർത്താവേ, രോഗസൗഖ്യം തരണം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണം, തലമുറകൾക്ക് വഴി തുറക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ ആ പ്രാർത്ഥന തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ ശരീരത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു, ഒരു രോഗമുണ്ടായിരുന്നു. അത് ശൂലമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ മനുഷ്യൻ കർത്താവിനോട് പറഞ്ഞിരിക്കുന്ന 2 കൊരിന്ത്യർ ലേഖനം 11 വായിക്കട്ടെ, ഞാൻ പറയാം. 3 വട്ടം അത് നീങ്ങിപ്പോകേണ്ടതിന് പ്രാർത്ഥിച്ചു. അതായത് കർത്താവ് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞ വാക്യം ഇങ്ങനെയാ: അവൻ എന്നോട്, എന്റെ കൃപ, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു. ഇത് ദൈവത്തിന്റെ പക്കൽ നിന്ന് വ്യക്തമായി പൗലോസ് കേട്ട് കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ പറയുന്ന അടുത്ത സെന്റൻസ് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. അടുത്ത സെന്റൻസ് എന്താ പറയുക? ആകയാൽ യേശുക്രിസ്തുവിന്റെ ശക്തി എന്റെ ശരീരത്തിൽ ആവസിക്കേണ്ടതിന് ഞാൻ എന്റെ ബലഹീനതയിൽ സന്തോഷിക്കും, അല്ലെങ്കിൽ പ്രശംസിക്കും. ആ വാക്യത്തിന്റെ അർത്ഥം എന്താ? ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ്, ഞാൻ രോഗിയായിരിക്കുമ്പോഴാണ്, ഞാൻ പ്രതിസന്ധിക്കകത്തായിരിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിന്റെ ശക്തി എന്റെ മൺകൂടാരത്തിൽ വരുന്നതെങ്കിൽ എന്റെ ഈ ബലഹീനത മാറണം. ഈ ബലഹീനത എന്റെ തിരിക്കുമ്പോഴാണ് ആ ദൈവസ്നേഹത്തിന്റെ ആഴം എനിക്ക് അറിയാൻ പറ്റുന്നതെങ്കിൽ ഈ ബലഹീനത എനിക്ക് മാറണം. ഇതുവഴി ഇരിക്കുമ്പോഴാണ് അപ്പൻ എന്റെ അടുക്കൽ എപ്പോഴും ഇരിക്കുന്നതെങ്കിൽ ഈ പ്രതിസന്ധിക്കകത്ത് എനിക്കൊരു മോചനം വേണ്ട. ഞാൻ ഇതിനകത്ത് ഇരുന്നുകൊള്ളാം എന്ന് പറയുന്ന ഒരു ആത്മാവിന്റെ തലമുണ്ടല്ലോ, അതിലേക്ക് നാം അടുത്തു വന്നു കഴിഞ്ഞാൽ അസാധാരണമായ നിലയിൽ നമ്മുടെ ദേശത്ത് മാനിക്കാൻ കരുത്തനായ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നുള്ള കാര്യത്തിൽ നമ്മൾ മറന്നു പോകും. ആ ഒരു വെളിപ്പാടിലേക്ക് നമ്മൾ വരണം. നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലി മാറണം, നമ്മുടെ ആരാധനയുടെ രീതികൾ മാറണം. മേൽക്കുമേൽ നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 9-22 വാക്യത്തിൽ പറയുന്നു, സൗലോ മേൽക്കുമേൽ ശക്തിപ്പെട്ടു വന്നു. 9-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ ദൈവത്താൽ പിടിക്കപ്പെട്ട അഭിഷിക്തൻ. 11-ാം വാക്യത്തിൽ അനന്യാസ് എന്ന പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ കൈവപ്പിനാൽ പരിശുദ്ധാത്മ പൂർണ്ണനായ മനുഷ്യൻ. 22-ാം വാക്യത്തിൽ ഒരിക്കൽ പ്രാപിച്ചതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല, അവിടെ എഴുതിയിരിക്കുന്നവൻ മേൽക്കുമേൽ ശക്തിപ്പെട്ടിരുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നാം ആയിരിക്കുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ ആത്മീയ നിലവാരം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. പണ്ടപ്പോഴും ഒരു പഴഞ്ചൊല്ലി ഞാൻ കേട്ടിട്ടുണ്ട്, നട്ടപ്പോഴും ഒരു കൊട്ട. ശരിക്കും അങ്ങനെയാണോ? നമുക്കൊന്ന് സ്വയം ശോധന ചെയ്യാം. പരിശുദ്ധാത്മാവിന് ഏജ് ബാരിയർ ഒന്നുമില്ല കേട്ടോ. ഏജ് ബാരിയർ ഒന്നും വെച്ച് 35 വയസ്സിന് താഴോട്ടുള്ളവർക്ക് മേലെ ഞാൻ അതിശക്തമായ ദൈവസാന്നിധ്യം പകരത്തുള്ളൂ പരിശുദ്ധാത്മാവില്ല. മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടിയിരുന്നവർ സഹോദരിമാരും പുരുഷന്മാരും പ്രായമുള്ളവരും എല്ലാവരും 120 പേർ കൂടിയിരുന്നു. ഏറ്റവും കുറച്ചില്ലാത്ത 120 പേരുടെ പേരിൽ ഒരേപോലെ ആത്മാവിന്റെ ശക്തി ഇറങ്ങി വന്നെങ്കിൽ ഇലന്തൂർ റഹബോത്ത് താഴ്ത്തിക്കുന്ന എന്റെ ദൈവമക്കളെ ആത്മാവിൽ ദൂത് പറയുക, പ്രാപിക്കുന്നവനെ നിറയ്ക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, നീ കുടിച്ച് മതി വരുമ്പോഴും നിന്നെ നിറയ്ക്കാമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുത്തുകൊണ്ട് അങ്ങനെ ഒരു ദാഹം നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ വന്ന് പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കുവാൻ എന്നെ ഒന്ന് നിറയ്ക്കണമേ, എന്നെ ഒന്ന് നിറയ്ക്കണമേ. പഴയ അനുഭവമല്ല, പഴയ പ്രാർത്ഥനയല്ല, പഴയ ആരാധനയല്ല, പഴയ അനുവാസമല്ല, ഒരു പുതുക്കത്തിൽ വേണം. ഒരു പുതുക്കപ്പെട്ട അനുഭവത്തിലേക്ക്
Praise the Lord. Hallelujah. ആത്മാവിന്റെ ശക്തി നമ്മുടെ മൺകൂടാരത്തിൽ അതിന്റെ പൂർണ്ണതയിൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ ഭൗതികമായി ഒന്നിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അനുഭവിക്കുന്നത് കൊണ്ടും പ്രാപിക്കുന്നത് കൊണ്ടുമാണ്. ഇതര ഭൗതികമായ ഇതര വിഷയങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുന്നത് നിർത്തിയിട്ട് ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ എന്നെ ഒന്ന് കരങ്ങളിൽ എടുക്കണമേ, ശക്തിപ്പെടുത്തണമേ, ഉപയോഗിക്കണമേ, കൃപ തരണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥന സൈഡിൽ മാറ്റി നോക്കിക്കുന്നു. നാം അറിയാത്തൊരു ബലം, നാം അറിയാത്തൊരു ശക്തി നമ്മുടെ മൺകൂടാരത്തിൽ വ്യാപരിക്കുന്നത്. അത് അനുഭവിക്കുമ്പോൾ മാത്രമേ അതിന്റെ മധുരിമ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എത്ര വയ്യാതെ കിടന്നാലും, എത്ര കാലുകൾക്ക് ബലമില്ലാതെ കിടന്നാലും, എത്ര ശരീരത്തിന് വിലകിനായിട്ട് കിടന്നാലും നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാ നിന്റെ കാലുകളെ മാറ്റുക, കാലുകൾക്ക് തുല്യമാക്കുന്ന, വിധികളെ വിധി മുറത്തുമാറാക്കുന്ന, ഉന്നതങ്ങളെ വാഹനങ്ങൾക്ക് ഓടുമാറാക്കുന്ന ഒരു ആത്മാവിന്റെ ശക്തിയുണ്ട്. ആ ശക്തിയാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് തന്നെ മാറ്റം വരണം. പരിശുദ്ധാത്മാവ് യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുടെ മൺകൂടാരത്തിലോ കുടുംബത്തിനകത്തോ വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം സകലത്തിനും സമസ്ത മേഖലകളിൽ മാറ്റം വരും. നമ്മുടെ സംസാരത്തിന് മാറ്റം വരും, നമ്മുടെ ബിഹേവിയർസിന് മാറ്റം വരും, നമ്മുടെ പ്രവൃത്തികൾക്ക് മാറ്റം വരും, ചിന്തകൾക്ക് മാറ്റം വരും, നമ്മുടെ ഓരോ നടപ്പിന് വരെയും മാറ്റം വരുന്നു. യഥാർത്ഥ പരിശുദ്ധാത്മാവിൽ ചലിക്കുന്ന വ്യക്തികളെ കണ്ടാൽ, യഥാർത്ഥ പരിശുദ്ധാത്മാവിൽ ചലിക്കുന്ന വ്യക്തികളെ കണ്ടാൽ അറിയാം ഇവരൊരു സാധാരണക്കാരനല്ല, ഇവരൊരു സാധാരണക്കാരനല്ല. ഈ ന്യൂ ജനറേഷൻ വണ്ടികളുണ്ടല്ലോ, ന്യൂ ജനറേഷൻ വണ്ടികൾ, ഈ കാലഘട്ടത്തിൽ പുതിയതായിട്ട് കമ്പനികൾ ഇറക്കുന്ന വണ്ടികൾ, ആ വണ്ടികൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതിനകത്ത് ഒരു ലിമിറ്റഡ് അളവിൽ താഴെ ഫ്യൂല് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ പെട്രോളോ ഡീസലോ എന്താന്ന് വെച്ചാൽ വാട്ടർ ബ്രിട്ടീസ് അത് വന്നു കഴിയുമ്പോൾ ഒന്നെങ്കിൽ അത് ബ്ലിങ്കിങ് കാണിക്കും, അതിനകത്ത് ഒരു ലൈറ്റ്, ഇല്ലെങ്കിൽ ഒരു അലാം. എന്തേ വണ്ടി ഒത്തിരി ഓടിക്കുന്ന കുഞ്ഞെന്തേ ഫെബിനല്ലേ ഇല്ലേ മോനെ, ഒന്നിനും ബ്ലിങ്കിങ് കാണിക്കും എന്ന് പറഞ്ഞാൽ ഫ്യൂള് കണ്ടമാനം കുറഞ്ഞു, അളവിൽ താഴെ കുറഞ്ഞു, നീ വേഗത്തിൽ ഫിൽ ചെയ്തില്ലെങ്കിൽ വഴി കിടക്കുന്ന പറയുന്നത്. അറിയാതെ പറയുക നീ വഴി കിടക്കും. മനസ്സിലാകുന്നത്? അങ്ങനെ പറയാനായിട്ട് ഈ ഗൂഗിൾ മാപ്പിനകത്ത് ഒരു സിസ്റ്റം ഉള്ളതുപോലെ ഒരു സഹോദരി എന്ന് പറയാനാണെങ്കിൽ ഇങ്ങനെ തന്നെ പറഞ്ഞേനെ, ഫ്യൂൾ അളവിൽ താഴെ കുറഞ്ഞു, വേഗം ഫിൽ ചെയ്തു, ഇല്ലെങ്കിൽ വഴി കിടക്കും എന്ന് പറഞ്ഞു. അത് പറയുന്നില്ലാത്തതുകൊണ്ട്, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണ് ലൈറ്റ് വെലി കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ചില വണ്ടികളിൽ അലാം അടിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആത്മീയ ജീവിതത്തിൽ വർഷങ്ങളുടെ പഴക്കം നമുക്ക് പറയാനില്ലേ? വർഷങ്ങളുടെ എക്സ്പീരിയൻസ് നമുക്ക് പറയാനില്ലേ? ഇത്ര വർഷമായി ഞാൻ ഈ കർത്താവിനെ അറിഞ്ഞിട്ട് നമുക്ക് പറയാനില്ലേ? ഞാൻ ഇന്ന വർഷം അഭിഷേകം പ്രാപിച്ചാൽ നമുക്ക് പറയാനില്ലേ? ഒരിക്കലെങ്കിലും അലാം കേട്ടിട്ടുണ്ടോ? നിന്റെ അകത്തുള്ള വസിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യം കുറഞ്ഞിട്ടുണ്ട്, നിന്റെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്, നിന്റെ ശക്തി ജയിച്ചിട്ടുണ്ട്, നിന്റെ അഭിഷേകത്തിന്റെ കുറവ് വന്നിട്ടുണ്ട്. ഇത് റീഫിൽ ചെയ്യേണ്ട സമയമായി. എപ്പോഴെങ്കിലും അകത്തടത്തിൽ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം അകത്തിരിക്കുന്ന ഡെഡായിട്ടില്ല, അവൻ ഇപ്പോഴും ലൈവാ. അതുകൊണ്ടാണ് കേൾക്കുന്നത്. ഇന്ന് വരെ കേൾക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അപ്പനോട് ചോദിക്കപ്പ വന്ന കുറവുകളെ ഫില്ല് ചെയ്യാം, ആത്മാവിന്റെ ശക്തിയിലേക്ക് ബലപ്പെട്ട് കയറാം, അഭിഷേകത്തിന്റെ പാത്രങ്ങളൊന്ന് പിടിച്ചു കയറാം, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും സമർപ്പണവും നമ്മളിൽ നിന്ന് പുറത്തു വന്നാൽ നമ്മൾ നിറയ്ക്കാൻ കരുതുന്നതായ ദൈവത്തെ സഹായിക്കുന്നു.
ഇന്നലെ പകലും രാത്രി കുളത്തുപുഴ ഉള്ള ഒരു ഏജ് ചർച്ചിലാണ് ശുശ്രൂഷയ്ക്ക് പോയത്. എനിക്കൊരു കൊതി വന്നുപോയി. അവിടുത്തെ പിള്ളേരുടെ ആരാധന കണ്ടു. എന്റെ മക്കളെല്ലാം പുറകെ വന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് സങ്കടം വരുമോ? യൗവനക്കാരായ കുറച്ച് കുഞ്ഞുങ്ങൾ അന്യഭാഷയിൽ അങ്ങ് വിത്തൗട്ട് ഡ്രംസ്, വിത്തൗട്ട് കീബോർഡ് ഒന്നുമില്ല. അവരുടെ ആരാധന കണ്ടിട്ട് ആ സഭയുടെ മുഖച്ഛായ മാറ്റുന്ന കുഞ്ഞുങ്ങളാണ്. ഇവിടെയും അത്തരത്തിൽ കുറച്ച് കുഞ്ഞുങ്ങളെ ദൈവം ഒരുക്കിയതിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ സഭയുടെ മുഖച്ഛായ മാറ്റുന്ന, ഇതിനകത്തെ ആത്മാക്കൾ ഓടിക്കയറുന്ന, ഇതിനകത്തേക്ക് യൗവനക്കാരെ കൂട്ടിക്കൊണ്ടുവരുന്ന, ഇതിനകത്തേക്ക് ഇതിന്റെ തലത്തിൽ വ്യത്യാസം വരുന്ന, കുടുംബങ്ങളുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുന്ന, സാമ്പത്തിക മേഖലകൾക്ക് ഭേദം വരുത്തുന്ന, ആത്മീയ നിലവാരത്തിന് മാറ്റം വരുത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറകളെ, അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ നിലവാരത്തെ ദൈവത്തിന്റെ ആത്മാവ് ഇതിനുള്ളിൽ നിറയ്ക്കാൻ പോകുന്നതിനാൽ അഭിഷേകം നമ്മുടെ തലത്തെ മാറ്റിയിട്ടുണ്ടോ? കുടുംബത്തിന്റെ നമ്മളിലുള്ള അഭിഷേകം ലോകം അറിയണം. യേശുപ്പച്ചൻ മറിയയുടെ ഉദരത്തിൽ ഉരുവായതിന് പരിശുദ്ധാത്മാവ് 8 നാളിൽ പരിചയത്തിന് ഏറ്റ സമയത്ത് ഈ പരിശുദ്ധാത്മാവിന്റെ ആരുടെ മേലുണ്ട്? 12 വയസ്സ് ദേവാലയത്തിൽ ഉപദേശിച്ചപ്പോഴും ആരുടെ മേലുണ്ട്? 30 വയസ്സ് അപ്പനമ്മയോടൊത്ത് ഭവനത്തിന്റെ അകത്തളത്തിൽ ആയിരുന്നപ്പോഴും ആരുടെ മേലുണ്ട്? ഞാൻ ചോദിക്കട്ടെ, 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ യോർദാൻ നദിയിൽ സ്നാനമേറ്റപ്പോൾ അവിടെ വായിക്കുന്നു, അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേലിറങ്ങി. ശരിക്കും അതിന്റെ ആവശ്യം എന്തായിരുന്നു? പരിശുദ്ധാത്മാവിലല്ലേ ജനിച്ചത്? പരിശുദ്ധാത്മാവിലല്ലേ വളർന്നത്? പരിശുദ്ധാത്മാവിലല്ലേ ജീവിച്ചത്? ആ പരിശുദ്ധാത്മാവിലല്ലേ 30 വർഷമായിരുന്നത്? ആ ഒരു വ്യക്തിയുടെ മേൽ ജഗത്തിൽ സാക്ഷീകരിച്ചു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ അവരിയത്? ഞാൻ എന്റെ കർത്താവിനോട് ചോദിച്ചപ്പോൾ എന്നെ പരിചയപ്പെടുത്തിയ 2 കാര്യം പറയാം. ഒന്ന്, നിന്റെ അകത്തളത്തിൽ ആത്മസാന്നിധ്യം ഉണ്ടെങ്കിലും അത് പഠിച്ചിട്ട് ലോകത്തിൽ മനസ്സിലാക്കണമെങ്കിൽ നിന്റെ മേൽ ആത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങിയാൽ മാത്രമേ അത് മനസ്സിലാകൂ. ഒരു കാര്യം ചോദിക്കുന്ന വാക്കുകൾ ഉപസംഹരിക്കാം. 30 വർഷം ഭവനത്തിനകത്തു തന്നെയൊന്നുമായിരിക്കില്ലായിരുന്നു. തന്റെ പിതാവിന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടാവാം, പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാവാം, സഹോദര കുടുംബങ്ങളിൽ പോയിട്ടുണ്ടാവാം. അവിടെ ഒന്നും വെച്ച് ഒരു പൈശാചിക മണ്ഡലം യേശുവിനെ നോക്കി അവരെ കരഞ്ഞില്ല. ആത്മസാന്നിധ്യത്തിലല്ലേ നടന്നത്? ആത്മാവിലല്ലേ ജനിച്ചത്? ആത്മാവിലല്ലേ ചലിച്ചത്? പക്ഷെ 30-ാമത്തെ വയസ്സിൽ ആ പരിശുദ്ധ പ്രാകുന്ന പോലെ
അതുപോലെ തന്റെ മേൽ ഇറങ്ങിക്കഴിഞ്ഞ് താൻ പോകുന്ന പോക്കിൽ ദേശത്തിലേക്ക് പറഞ്ഞു, അത്യുന്നതനായ മഹോന്നതനായ പുത്ര, നീ എന്തിനായി ഇങ്ങോട്ട് വന്നത്? പൈശാചിക മണ്ഡലം അവനെ കണ്ടപ്പോൾ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, മകൾ നമ്മുടെ അകത്തളത്തിൽ ആത്മസാന്നിധ്യം ഉണ്ടെങ്കിലും അത് പ്രതിഫലിക്കത്തക്ക രീതിയിലൊരു നിറവ്, അത് പ്രതിഫലിക്കത്തക്ക രീതിയിലൊരു നിറവ് നമ്മളെ കാണുമ്പോൾ ലോകത്തിന് മനസ്സിലാകുന്ന, നമ്മളെ കാണുമ്പോൾ പൈശാചിക മണ്ഡലത്തിന് മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു ആത്മാവിന്റെ നിറവും ആത്മാവിന്റെ കവിഞ്ഞൊഴുക്കും നമ്മുടെ കൂടാരത്തിൽ വന്നു. ജീവിതത്തിലെ പഴക്കവും തഴക്കവും ആരാധിക്കാതിരിക്കാനും കൈയടിക്കാതിരിക്കാനും അന്യഭാഷ പറയാതിരിക്കാനുള്ള ലൈസൻസ് അല്ല, അതിൽ വർദ്ധിക്കാനുള്ള ലൈസൻസ്, അതിൽ വർദ്ധിക്കാനുള്ള ലൈസൻസ്. ആരാധനയൊന്ന് വർദ്ധിച്ചു നോക്കിക്കേ, ആത്മാവിനെ ചലിച്ചു നോക്കിക്കേ, അഭിഷേകത്തെ നിറഞ്ഞു നോക്കിക്കേ, തുറന്നു ദൈവത്തെ ശ്രമിച്ചു നോക്കിക്കേ. സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ഭൗതികമായ ഒന്നിനെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന കാര്യത്തില്ല. നമ്മളെന്തിനാ ഇരുന്ന് കാര്യമേ, നമ്മളെന്തിനാ കർത്താവിനെഴുതി ആരോടെങ്കിലും ഒരു സങ്കടം പറയുമ്പോൾ തന്നെ കരയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ശാരീരിക വിലയ്ക്കുന്നത് പറഞ്ഞ് കരയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആത്മാവിൽ എൻ്റെ പ്രിയനോട് പറയട്ടെ, കഴിഞ്ഞ ദീർഘ വർഷങ്ങളായി ഞാൻ രാത്രി മുഴുവനും പ്രാണപ്രിയന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു കിടക്കും. ഒരു മനുഷ്യന്റെ മുമ്പിൽ ഒരു ആവശ്യം പറയുകയോ, ഒരു മനുഷ്യനോട് ഒരു സഹായം ചോദിക്കുകയോ, ഒരു മനുഷ്യന്റെ മുമ്പിൽ കണ്ണ് കലങ്ങുകയോ ഞാൻ ചെയ്തിട്ടില്ല. കാരണം രാത്രി പ്രാപിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, രാത്രി പ്രാപിക്കുന്ന ദൈവകൃപയുടെ ശക്തി പകലിന്റെ മൺകൂടാരത്തിലൂടെ നമ്മുടെ പ്രാർത്ഥനയുടെ സ്റ്റൈൽ നമുക്കൊന്ന് മാറ്റാം, നമ്മുടെ ആരാധനയുടെ സ്റ്റൈൽ നമുക്കൊന്ന് മാറ്റാം. നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്തെ ആ ഒരു സാഹചര്യത്തിന് മാറ്റം വരുത്താം. ഇതുവരെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആരാധനയെങ്കിൽ, ഇതുവരെ കേവലം ഒരു വിശ്വാസി എന്ന പേരെങ്കിൽ, ഇന്ന് പകൽ ആത്മാവിൽ പറഞ്ഞു കർത്താവിനോട് പറ, എനിക്ക് അതിനപ്പുറമായ ഒരു സാന്നിധ്യം, എനിക്ക് അപ്പുറമായ ഒരു ബന്ധം, ആരാലും അകത്തെ പറ്റൊരു ആത്മബന്ധത്തിനകത്തേക്ക് ക്രിസ്തുവിൽ ഞാൻ ബന്ധിക്കപ്പെടുക. ഇന്ന് പകൽ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഞാൻ ആത്മാവിൽ മൂടി സമയം നോക്കി പറയാ, നീ ചോദിക്കുന്നതിനും നീ വിനയിക്കുന്നതിനും അത്യുന്നതമായി
വാക്കുണ്ട്. അത് ഈ ദൈവസഭയെ നോക്കി ഞാൻ പറയാം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന വാക്കുണ്ട്, ഡാഡി ഒരു സെക്കൻഡിലേക്ക് പോലും എന്നെ വിട്ടിട്ട് പോകരുത്. എനിക്കതില്ലാതെ പറ്റില്ല. അല്ലാതെ രോഗസൗഖ്യമോ സാമ്പത്തിക സൃഷ്ടിയോ ഈ ലോകത്തിൽ വിട്ടുപോകേണ്ടത് ഒന്നിനെ ചൊല്ലിയും പ്രാർത്ഥിക്കാതെ ആ സാന്നിധ്യത്തിനായി കൊടുക്കുക, ആ സാന്നിധ്യത്തിനായി പ്രാർത്ഥിക്കുക, ആ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരാം. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ ഉപസംഹരിക്കുന്ന അവസരം ഒരുക്കിയതെന്ന പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്ന കർത്താവിന്റെ ദാസനെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ നിർത്തുന്നു. മാറാനാഥ, ഗോഡ് ബ്ലെസ് യു.